തിരുവനന്തപുരത്ത് ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPIM പ്രവർത്തകരായ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. 6-ാം പ്രതി കിരൺ, 8-ാം പ്രതി ഷഫീഖ്, 17-ാം പ്രതി വൈശാഖ് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. പ്രതികൾ അറസ്റ്റിലായതിനു പിന്നാലെ സംഭവത്തെക്കുറിച്ച് വിശദമായ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. പ്രതികൾ ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്തതെന്നും ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. പ്രതികളുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിലാണ് ജാമ്യാപേക്ഷയുമായി 3 പ്രതികളും കോടതിയെ സമീപിച്ചത്. സാമൂഹ്യ മാധ്യമമായ ടെലിഗ്രാം ആപ്പിന് നീറ്റ് പുനഃപരീക്ഷയുടെ ഭാഗമായി താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ വിശദീകരണം നൽകി. തീവ്രവാദം, സൈബർ കുറ്റകൃത്യം, ലഹരിക്കടത്ത് തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ടെലിഗ്രാം ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നാണ് കേന്ദ്രം സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നത്. നിയന്ത്രണത്തിനെതിരെ ടെലിഗ്രാം സമർപ്പിച്ച ഹർജിയിലാണ് കേന്ദ്രം നിലപാട് അറിയിച്ചത്. ടെലിഗ്രാം പുതിയ ഡാർക്ക് വെബായി മാറിയെന്നും ചോർന്ന പരീക്ഷാ ചോദ്യപേപ്പറുകൾ പ്രചരിപ്പിക്കൽ, ഭീകരവാദുള്ളടക്കം പങ്കിടൽ, പകർപ്പവകാശ ലംഘനം, സാമ്പത്തിക തട്ടിപ്പുകൾ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നും സർക്കാർ ആരോപിച്ചു. ജൂൺ 22 വരെയാണ് കേന്ദ്ര സർക്കാർ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ പിളർപ്പ് ഉടനുണ്ടാവും. വിമത നീക്കങ്ങൾക്കിടെ വിളിച്ചു ചേർത്ത MP-മാരുടെ യോഗത്തിൽ പങ്കെടുത്തത് 3 പേർ മാത്രമാണ്. 9 MP-മാരിൽ 6 പേർ എത്തിയില്ല. MP-മാർക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ വിപ്പ് നൽകിയെങ്കിലും ലംഘിച്ചു. 3 ലൈൻ വിപ്പ് അഥവാ 3 വരി വിപ്പ് ലംഘിച്ചതോടെ അയോഗ്യരാക്കാനുള്ള നടപടികളും നേതൃത്വം ആരംഭിച്ചു. 6 MP-മാർ NDAയുടെ ഭാഗമായ ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ ലയിക്കാൻ ഒരുങ്ങുകയാണ്. ലോക്സഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് MP-മാർ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുകയാണ്.